ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ കട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ തുടർന്നു കൊണ്ടുള്ള ക്ലാസ്സിന് അനുസരിച്ചല്ല. ഇതിനിപ്പോൾ ഗൗൺ അടിക്കാണ്ടായിരുന്നു. അതിന് അപ്പോൾ അതിൻ്റെ അളവ് ഞാൻ നിങ്ങളും കൂടി കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ്. ഒരു ഫ്രണ്ട് ഓപ്പൺ ഗൗണ്, കോളർ വെച്ചിട്ടുള്ള ഫ്രണ്ട് ഓപ്പൺ ഗൗണാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാനൊരു സുമാറ് എഴുതി വെച്ചട്ടാ ചിത്രം നിങ്ങൾക്ക് കാട്ടിത്തരാൻ വേണ്ടിയിട്ട്. നമ്മൾ ഏകദേശം ഒരു ഫുൾ ലെങ്ത്ത് 40 ആണെങ്കിൽ അതിക്ക് 2 എക്സ്ട്രാ ഏറെ കൂട്ടുക, 2 ഇഞ്ച് കൂട്ടുക, അപ്പോൾ 42 ആവും. അതേമാതിരി തന്നെ ഷോൾഡർ 12/2, അപ്പോൾ ഷോൾഡർ 6. അപ്പോൾ 12നെ 2 ഭാഗമാക്കുമ്പോൾ 6. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന വെച്ചെങ്കിൽ നമുക്ക് മൊബൈലിൽ പിന്നെ കാൽക്കുലേറ്റർ എടുത്തുകണയിൽ നോക്കിയാൽ മതി. ഇനി പെട്ടെന്ന് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ആം ഹോള് 14/2, അപ്പോൾ 14ൻ്റെ പകുതി എത്ര 7. അപ്പോൾ ആം ഹോൾ 7 എടുത്തു. ഇതൊക്കെ ഞാൻ ഒരു സുമാറ് ഇവിടെ എഴുതി വെച്ചതാട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവട്ടെ. അതേമാതിരി ചെസ്റ്റ് അളവ് 34 ആണെങ്കിൽ അതിന് 4 ഭാഗമാക്കുക. 4 ഭാഗമാക്കുമ്പോൾ 8.5. അപ്പോൾ 8.5ക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടുക. അപ്പോൾ അങ്ങനെ മൊത്തം 10.5 ഇഞ്ച്. അപ്പോൾ ഈ അളവുകളൊന്നും നിങ്ങൾക്ക് നിങ്ങൾ ഓരോരുത്തർക്കും അനുസരിച്ചുള്ള അളവുകളാണ്. പക്ഷെ അതിക്കൊക്കെ നമ്മൾ 2 ഇഞ്ച്, തുടക്കക്കാരൊക്കെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടുകയാണ് നല്ലത്. അതേമാതിരി ഷേപ്പ് ലെങ്ത്ത് ഞാൻ ഇവിടെ എഴുതിക്കുന്നത് 13 എന്നാണ്. ഷേപ്പ് വിടുത്ത് 30/4. അപ്പോൾ ഈ ചിത്രത്തിന് ഒരു ഏകദേശം രൂപ മനസ്സിലാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എഴുതി തന്നാണ്. ഞാൻ കട്ട് ചെയ്യുന്നത് ഈ അളവിലല്ല. നമുക്ക് ഈ ഗൗൺ അടിക്കുമ്പോൾ നമ്മൾ ആദ്യം ഫ്രണ്ട് ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. പിന്നെ ഇത് ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 ഇഞ്ച് ഏറെ എടുത്തിട്ട് വേണം. ഞാനിവിടെ വേറെ പീസ് കൊണ്ടല്ല ഞാൻ ഫ്രണ്ട് ഓപ്പൺ മടക്കിയെടുക്കുന്നത്, അതിമ തന്നെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യാം, എന്നിട്ട് പിന്നെ ബാക്ക് വശം കട്ട് ചെയ്യാം. ഇത് നമുക്ക് കോളറിനുള്ള ഇതാണ്. ഇതൊക്കെ ചിത്രത്തിൽ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ചിത്രം വെച്ച് നിൽക്കുന്നുണ്ട്. ഇത് കോളറാണ്. കോളർ രണ്ട് ഭാഗമാക്കി മടക്കിയതാണ്. ഒരു നീളത്തിലുള്ള ഒരു ഭാഗത്തിന് 2 ഭാഗമാക്കി മടക്കി ഇങ്ങനെ ഷേപ്പിൽ അടയാളപ്പെടുത്തുക. കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് പിന്നെ നമുക്ക് ഒരു കയ്യിൻ്റെ ചിത്രമാണ്, സ്ലീവിൻ്റെ ചിത്രമാണ്. ഇത് നിങ്ങൾക്ക് തന്നെ വരച്ച് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടുണ്ട്, കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കട്ടിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം. ഞാനിവിടെ ഒരു തുണി എടുത്തേക്കണേ. ഇത് കണ്ടോ, മനസ്സിലായില്ലേ? ഇങ്ങനെ തുണി. ഇതിനെ ഞാൻ ഇങ്ങനെ ഞാൻ നിൽക്കുന്ന വശത്തേക്കാണ് ഞാൻ ഓപ്പണുള്ള ഭാഗം വെച്ചിട്ടുണ്ട്. ഓപ്പണുള്ള ഭാഗം ഇപ്പോൾ ഞാൻ ഇവിടെയാണ് ഓപ്പൺ ഭാഗം. അപ്പോൾ ഈ ഓപ്പൺ വെക്കുമ്പോൾ നമുക്ക് ഒപ്പത്തിൽ വെക്കണം കേട്ടോ. ഒപ്പാണ് നമുക്ക് 2 ഭാഗം എടുത്ത് നോക്കിയിട്ട് ഒപ്പാവണം. ഇങ്ങനെ തിണ്ട് വെക്കാനൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നിലത്ത് വെച്ചുകൊണ്ട് കട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് അളവ് എടുക്കാം. ആദ്യം 2.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. 2.5 ഇഞ്ച്. ആ 2.5 ഇഞ്ച് തന്നെ ഇവിടുന്ന് നീളത്തിൽ ഞാൻ നീളം എടുത്തേക്കുണ്ട് കേട്ടോ. നീളം ഞാൻ 56 ഇഞ്ചാണ് കേട്ടോ. എന്നിട്ടാണ് ഞാൻ ഈ 2.5 ഇഞ്ച് എടുത്തത്. 2.5 ഇഞ്ച് ഇവിടുന്ന് അടിഭാഗം വരെ 2.5 ഇഞ്ച് എടുക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ ഫ്രണ്ട് ഭാഗം നമുക്ക് മടക്കി തയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ സാധാരണ വേറെ പീസ് എടുത്തിട്ടാണ് നമ്മൾ ഇതിന് വെക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ മടക്കി ഓപ്പണുള്ള ഭാഗം മടക്കാൻ നമ്മൾ ഇതിമ തന്നെ തുണി വെച്ചേക്കാണ്. 2.5 ഇഞ്ച്. പിന്നെ 3 ഇഞ്ചായാലും കുഴപ്പമില്ല, 2 ഇഞ്ചായാലും കുഴപ്പമില്ല. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഓപ്പണ് ഈ 2.5 ഇഞ്ച് അടയാളെടുത്തു. ഇനി നമ്മൾ ഫ്രണ്ട് നെക്ക് അടയാളെടുക്കണം. ഞാനിവിടെ എടുക്കുന്നത് 3.5 ഇഞ്ചാണ്. 3.5 ഇഞ്ച് വീതി കേട്ടോ. 3.5 ഇഞ്ച് വീതി ഇവിടെ നിന്ന് എടുക്കണം കേട്ടോ. ഇത് കൂട്ടിയിരിക്കരുത്. ഈ വരം വന്ന് നമ്മൾ ഇത് കൂട്ടാതെ ഇവിടെ നിന്നാണ് നെക്കിൻ്റെ ഇതെടുക്കുന്നത് 3.5. അപ്പോൾ പിന്നെ 3.5 ഇഞ്ച് ഞാൻ വീതി എടുക്കുന്നത് 3.5ആണ്. നീളം എടുക്കുന്നത് നീളം ഞാൻ എടുത്തത് 3.5 കേട്ടോ.
ഇനി നമുക്കിവിടെ ഒരു ഷേപ്പ് കൊടുക്കാം. ഞാനൊരു യു ഷേപ്പാണ് കൊടുക്കണം കേട്ടോ. കോളർ വെക്കുന്നതുകൊണ്ട് നമുക്ക് യു ഷേപ്പ് മതി. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ അളവ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഷോൾഡർ ഞാൻ 7 കൊടുക്കുന്നുണ്ട്. ഓരോരുത്തർക്കും ഒരാൾ കേട്ടോ. അതുപോലെ തന്നെ ആം ഹോള് ഞാൻ 8 ഇഞ്ച്, ആം ഹോൾ 8 ഇഞ്ച്. ഈ ആം ഹോളിനും ഷോൾഡറിനും നമ്മൾ തയ്യൽ തുമ്പ് വെച്ചിട്ട് ഇറങ്ങുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ചെസ്റ്റ് അളവാണ് എടുക്കുന്നത്. ചെസ്റ്റ് അളവ് 9.5 ചെസ്റ്റ് അളവ്. ഈ ചെസ്റ്റ് അളവ് എങ്ങനെ കിട്ടിയത് നിങ്ങൾക്കറിയാമോ? നമ്മളെ ചെസ്റ്റ് 38 ചെസ്റ്റാണ്. ആ ചെസ്റ്റിനെ 4 ഭാഗമാക്കിയപ്പോൾ 9.5 കിട്ടിയത്. ആ 9.5ക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി. അപ്പോൾ എത്ര? 11.5 ഇഞ്ച് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് ഷേപ്പ് ലെങ്ത്ത് നമുക്ക് ചെറിയൊരു ഷേപ്പൊക്കെ ഗൗണിനായാലും കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ ഷേപ്പ് 15ൻ്റെ അവിടെ ഇടാൻ കിട്ടും. അപ്പോൾ ഈ ഷേപ്പിന് വിടുത്ത് നമ്മൾ ഈ ചെസ്റ്റ് എത്രയാണ് തയ്യൽ തുമ്പെടുത്തത്? 11.5 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 11 മതി. 1/2 ഇഞ്ച് ചെസ്റ്റിലാറ് 1/2 ഇഞ്ച്. ഏത് സാധനത്തിനും ചെസ്റ്റിലാറ് 1/2 ഇഞ്ച് നമ്മൾ ഷേപ്പ് എടുക്കുമ്പോൾ കുറക്കണം. ഞാൻ ഇവിടെ 11.5, ഇവിടെ ഞാൻ 11 എടുക്കുന്നുണ്ട്. തയ്യൽ തുമ്പടക്കം 11 കേട്ടോ. ഇവിടെ എനിക്ക് 9.5 കിട്ടിൻ്റെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയപ്പോൾ 11.5. ഇവിടെ എനിക്ക് 8 കിട്ടിയത്. 8ക്ക് ഷേപ്പ് വിടുത്ത് എനിക്ക് കിട്ടിയത് 8 ഇഞ്ചാണ്. അപ്പോൾ എനിക്ക് 9 ഇഞ്ചേനും ഷേപ്പ് വിടുത്ത്. ആ 9ക്ക് ഞാൻ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയപ്പോൾ 11 ഇഞ്ച് കേട്ടോ. ഇനി നമുക്ക് അടിവശം വരെ വരച്ച് വെക്കട്ടോ. അത് നമുക്ക് ഇനി എത്ര വീതി ഓരോരുത്തർക്ക് വാങ്ങിച്ച് എത്രത്തോളം നമുക്ക് എടുക്കട്ടോ. ചോക്ക നടാ പോകാം, പച്ച ചോക്കായിട്ട്. ഇവിടെ അടയാളം ഇട്ടോ. ഇത് ആം ഹോള്, ഇത് ചെസ്റ്റ്, ഇത് ഷേപ്പ്. പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് നമുക്കൊരു ഷേപ്പിലാണ് കൊടുക്കുക കേട്ടോ. ഞാൻ ചോക്ക നിറം കൂട്ടിയിരിക്കുന്നു. ഇനി നമുക്ക് ആം ഹോളിൻ്റെ പകുതി എടുക്കുക. 8 ഇഞ്ചാണ്. 8ൻ്റെ പകുതി എത്ര? 4. ഈ 4ന് നമുക്ക് ഷേപ്പ് കൊടുക്കാൻ ഇവിടുന്ന് 1 ഇഞ്ച് അടയാളുണ്ട്. നമുക്ക് ഇവിടെ കുഴിച്ച് അടയാളാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരേണ്ട വെച്ചിട്ടാണ് ഇങ്ങനെ വെച്ച് 1 ഇഞ്ച് എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ കുഴിച്ച് കൊടുക്കുക. നമുക്കിത് കട്ട് ചെയ്യാം കേട്ടോ. ഇതിങ്ങനെ നിന്നോട്ട് നമുക്ക് അത് കിട്ടാൻ കേട്ടോ. ഞാൻ ചോക്കിൻ്റെ ഒരാൾക്ക് അവിടെ തന്നെ വെച്ചേക്കാണ്, എല്ലാവർക്കും മനസ്സിലാൻ വേണ്ടിയിട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ ബാക്കിൽ വെക്കാനുള്ള പീസ് എടുത്തു. അത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്?
ഓപ്പൺ ഇല്ലാത്ത ഭാഗം നമ്മൾ ഇവിടേക്ക് വരണം. ഓപ്പണുള്ള ഭാഗം ഈ ഭാഗം കേട്ടോ. ഇവിടെ ഓപ്പൺ ഇല്ലാത്ത ഭാഗം കണ്ടോ. നമുക്ക് ഇവിടെ നെക്കിൻ്റെ വിടുത്ത് 3.5 തന്നെ എടുക്കാം. നെക്കിൻ്റെ ലെങ്ത്ത് 1 ഇഞ്ച് മതി കേട്ടോ. കാരണം ബാക്കൊക്കെ നമ്മൾ കോളർ വെക്കുന്നതുകൊണ്ട്. ആം ഹോള് 8 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ ഒരു ഷേപ്പ് കൊടുത്തു. ആളവൊക്കെ അതേ മരിക്കണം കേട്ടോ. മുന്നത്തെ മരിക്കന്നെ. ചെസ്റ്റ് അളവ് 11.5. ഷേപ്പ് ലെങ്ത്ത് 15. ഷേപ്പ് വിടുത്ത് 11. ഇനി പിന്നെ നമുക്ക് ഇവിടെ നിന്നിട്ട് ഈ ഷേപ്പ് വിടുത്തിൻ്റെ അവിടെ നിന്നിട്ട് നമുക്ക് ഞാൻ വെച്ചെടുക്കാം. ഈ തുണി ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട് വശത്തിന് മുകളിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഫ്രണ്ട് വശം അളവെടുത്ത് എഴുതി വെക്കുക. എന്നിട്ട് അതേമാതിരിക്ക് 2.5 ഇഞ്ച് ഏറെടുത്തത് കൂട്ടാതെ നമ്മൾ ഇതാക്കുക. അപ്പോൾ നമ്മൾ ബാക്ക് വശം വെട്ടി, ഫ്രണ്ട് വശം വെട്ടി. ഇനി ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ ഇനി കയ്യിനുള്ള തുണി കേട്ടോ, സ്ലീവ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര നീളം വേണ്ടി കൈ ചെയ്ത് ആ നീളത്തിൻ്റെ ഇത് നമ്മളിങ്ങനെ നടുമടക്കി പിടിച്ച് നടുമടക്കുക. എന്നിട്ട് അതിനെ ആദ്യം 2 ആയി മടക്കുക, എന്നിട്ട് 4 ആയി മടക്കുക. അപ്പോൾ 2 ആയി മടക്കി 4 ആയി മടക്കി. ഇനി നമ്മൾ പിന്നെ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇത് ഓപ്പൺ ഇല്ലാത്ത ഭാഗം വരണം കേട്ടോ. ഇത് നമ്മുടെ കയ്യിൻ്റെ ഈ വശമാണ്. ഇത് ഓപ്പൺ പാടില്ല കേട്ടോ. ഇവിടെ ഒരു തുണി ഓപ്പണാണ്. ഇത് നമ്മൾ വെട്ടുമ്പോൾ ശരിയാവും കേട്ടോ. ഞാൻ രണ്ട് കയ്യും കൂടി ഒരു തുണി മടക്കി വെച്ചാൽ എടുക്കുന്നത്. നിങ്ങൾ രണ്ട് കഷ്ണാക്കി എടുത്തുകൊണ്ടാണ് വെട്ടു വെച്ചെങ്കിൽ ഈ കുഴപ്പമുണ്ടാവില്ല. ഇത് ഞാൻ ഒരു തുണിയെ 2 ആക്കി മടക്കി 4 ആക്കി മടക്കിയതാണ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ട എന്താണ്, നമ്മൾ കൈക്കുഴി, അതായത് ആം ഹോൾ നമ്മൾ എടുത്തത് 8 ഇഞ്ചാണ്. ആ 8 ഇഞ്ച് കൂടെ 2 ഇഞ്ച് കൂടി കൂട്ടുമ്പോൾ 10 ഇഞ്ചായി. അപ്പോൾ ഇവിടെ 10 ഇഞ്ചുണ്ട്. 10 ഇഞ്ച്. ഇനി നമ്മൾ ഇവിടുന്ന് 2.5 ഇഞ്ച്, 2.5 അല്ലെങ്കിൽ 3 ഇഞ്ച്, ഞാൻ 2.5 ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ 3 ആയിക്കോട്ടെ, 3. ഞാൻ ഇവിടുന്ന് 3 ഇഞ്ച് അടയാളപ്പെടുത്തി. എന്നിട്ട് ഈ അറ്റത്ത് നിന്ന് ഈ 3 ഇഞ്ചിലേക്ക് ഒരു വരക്കുക. ഒരു വരച്ചു, ഇവിടുന്ന് ഒരു വരച്ചു. ഇനി നമുക്ക് കയ്യിൻ്റെ നീളം, ഞാനിവിടെ ഫുൾ കൈയാണ്. അപ്പോൾ 24 ഇഞ്ച് ഞാൻ കപ്പ് വെച്ച കൈയാണ് അടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 23 ഇഞ്ച് കയ്യിൻ്റെ നീളം ഇതാക്കിയാണ്. ബാക്കി ഞാൻ കപ്പിനാണ്, കപ്പ് അടിക്കാനാണ്. അതുപോലെ തന്നെ എൻ്റെ ഇതിൻ്റെ വിടുത്ത് ഞാൻ എടുത്തേക്കുന്നത്. ഇത് ഓരോരുത്തർക്കും ഓരോരോ കയ്യിൻ്റെ ടൈറ്റിനനുസരിച്ചുള്ള വീതി കേട്ടോ. നമ്മൾ കയ്യിൻ്റെ ഇവിടുത്തെ വീതി അളവ് ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്തിട്ട് അത് എത്ര നോക്കിയിട്ട് അതിനെ 2 ആക്കിയിട്ട്
രണ്ടാക്കി എത്ര ശരി ആ 2 അടയാളപ്പെടുത്ത ഇവിടെ കേട്ടോ. ഞാൻ കുറച്ച് കൈ തുമ്പുണ്ടാകാൻ വേണ്ടി ഞാനിവിടെ 7 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ 7 ഇഞ്ചിൽ നിന്ന് നമ്മളിവിടുത്തെ ഈ 3 ഇഞ്ചിലേക്ക് അടയാളപ്പെടുത്തുക. മനസ്സിലായില്ലേ? നമ്മളിവിടെ 3 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയില്ലേ. ഇവിടുന്ന് ഈ നമ്മളെ കയ്യിൻ്റെ അറ്റത്തുള്ള വീതി വരെ നമ്മൾ ഷേപ്പ് കൊടുക്കുക. ഇനി നമുക്കിവിടെ കട്ട് ചെയ്യാം കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ആരും ഇങ്ങനെ കട്ട് ചെയ്യരുത്. പിന്നെ ഇങ്ങനെ കയ്യിൻ്റെ അളവ് ഇങ്ങനെ എടുത്തതിന് ശേഷം ആം ഹോളിൻ്റെ അളവ് 8 ഇഞ്ചിനാണ്. അതിലേക്ക് 2 ഇഞ്ച് കൂട്ടിയപ്പോൾ 10 ഇഞ്ചായി. ഈ 10 ഇഞ്ചിൽ നിന്ന് നമ്മൾ ഇവിടുന്ന് മാർക്ക് ചെയ്തിട്ട് പിന്നെ ഇവിടുന്നാണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത്. അത് എന്തിനാ വെച്ചാൽ നമ്മളെ കൈ ഇങ്ങനെ അല്ലല്ലോ നമുക്ക് കയ്യിൻ്റെ ഇവിടെ ഷേപ്പ് ഇല്ല. അപ്പോൾ ആ ഷേപ്പ് കിട്ടാനാട്ടോ. കട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഷേപ്പ് കിട്ടാൻ നമുക്ക് ഒന്ന് ഇവിടെ ഇങ്ങനെ ഒന്നും ചെരിച്ച് കൊടുത്തുകാണ്ട് ഒന്നിങ്ങനെ ചെരിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു അടയാളപ്പെടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് അപ്പോൾ ഇങ്ങനെയാണ് കയ്യിൻ്റെ തെറ്റിയത് കേട്ടോ. ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കണം. ഇനി കോളറിനുള്ളത് നാളെ അടിക്കാൻ നേരത്തെ കഴുത്ത് അടിച്ചതിന് ശേഷം നമുക്ക് കോളറിന് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സ്റ്റിച്ചിങ് ഇൻഷാ അല്ലാഹ് നാളെ കാണാം.